ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാനിവിടെ അവതരിപ്പിച്ചു. അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി. സാർ, ഞങ്ങളുടെ കുട്ടികളെ, പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത്, സങ്കടം വന്നിട്ട് കൊണ്ടുവന്ന സാർ. അന്നേരം ന്യായീകരിച്ചു. പിറ്റേ മാസം 21 അധ്യാപകരെ, 16 അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ 21 അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു. സാർ, ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോൾ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു. വേറൊരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേട്ടോളം, ഇവിടെ സംഘപരിവാറിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ 29 വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പോൾ ആലത്തൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന്. നിങ്ങൾ കൊടുത്താണ് അവരെ, നിങ്ങൾ കൊടുത്താണ്. സാർ, മഹാരാജാസ് കോളേജിൽ അവിടെ ഇരിക്കുക അദ്ദേഹം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ. പ്ലീസ് അവിടെ ഇരിക്കെ. മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. 9 മിനിറ്റ്. സാർ, മഹാരാജാസ് കോളേജിൽ ഇതുപോലെ നിങ്ങളിരിക്കും. എന്താണ് സാർ, ഒരു മര്യാദ വേണം, മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം. സാർ, മഹാരാജാസ് കോളേജിൽ അങ്ങ് സംസാരിച്ചോ. സാർ, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കസേര പുറത്തു കൊണ്ടുവച്ച് കത്തിച്ചു. അതിനേക്കാളും നല്ല പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു. പ്രതീകാത്മകമായി ചെയ്താണ്. സാർ, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ASF സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. SFI നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അൺപാർലമെൻ്ററിയാണ്. സാർ, നവയുഗം ജനയുഗം എഴുതിയെന്താ? ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനയുഗം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു. ഈ SFIക്കാർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ? ആണോ പോയത്? നിങ്ങൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് അടിച്ചു തകർത്ത്? എന്തിനാ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത്? സാർ, പറയാം, ചാപ്പകുത്തി കാര്യം പറയാം. സാർ ASFൻ്റെ നേതാവ് സുബേഷ് സുധാകരൻ 123 ദിവസം SFIക്കാർ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു. അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും KSUക്കാർ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും SFIക്കാരാണ്. സുബേഷ്, ASF നേതാവ്. സാർ, ഇവിടെ പറഞ്ഞല്ലോ AKG സെന്ററിൽ ബോംബെറിഞ്ഞു.